ഇപ്പോൾ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ സേനയുടെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പം മുമ്പാണ് മുഖ്യമന്ത്രി നിർദ്ദേശമനുസരിച്ച് മന്ത്രിമാരായ AP അനിൽകുമാറും അതോടൊപ്പം തന്നെ T സിദ്ദിഖും വയനാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിൻ്റെ വിവരങ്ങൾ നേരത്തെ മന്ത്രിമാർ തന്നെ പങ്കുവെക്കുകയും ചെയ്തു. അവർ തിരിച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി ദുരന്ത നിവാരണ സേനയുടെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സർക്കാർ നേരത്തെ തന്നെ 2 മന്ത്രിമാരെ അങ്ങോട്ടേക്ക് അയക്കാൻ മുഖ്യമന്ത്രി പോകാൻ നിർദ്ദേശിച്ചിരുന്നു. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, ഏതായാലും വിവരങ്ങൾ ഇനി ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയിൽ തന്നെ ഔദ്യോഗികമായി കുറേ വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത്? എത്ര പേർ മരിച്ചു? എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്? എന്താണ് അപകടത്തിനിടയാക്കിയത്? എന്താണ് വിവരങ്ങൾ? ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഷീജ, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു, ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തി നിലവിലത്തെ ഒരു സാഹചര്യം അത് ഉദ്യോഗസ്ഥരോടായി അടക്കം ഉദ്യോഗസ്ഥരുടെ അടക്കം അദ്ദേഹം സംസാരിക്കുന്നതാണ്. നിലവിലത്തെ ഒരു സാഹചര്യം വിലയിരുത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിനകം തന്നെ 2 മന്ത്രിമാർ, അതായത് റവന്യൂ മന്ത്രി AP അനിൽകുമാർ, അതോടൊപ്പം തന്നെ മന്ത്രി T സിദ്ദിഖ്, വയനാട് നിന്നുള്ള മന്ത്രി T സിദ്ദിഖ് എന്നിവരോട് വയനാടേക്ക് പുറപ്പെടാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. നിലവിലത്തെ ഒരു സാഹചര്യം വിലയിരുത്തി 2 മന്ത്രിമാരും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇനി ഉള്ളൊരു സാഹചര്യം എങ്ങനെയാണ്, എന്തൊക്കെ തുടർ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നതടക്കം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ തിരക്കിട്ട കൂടിയാലോചനയാണ് ഇവിടെ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് നടക്കുന്നത്. നിലവിൽ ഇവിടെ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ശേഖർ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട്. നിലവിലത്തെ ഒരു വയനാട്ടിലുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്, അവിടെ കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ, നിലവിലുള്ള രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും മുഖ്യമന്ത്രിയോട് അവർ ബ്രീഫ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഏതായാലും തുടർന്ന് ഇനി അടിയന്തരമായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. ഏതായാലും നിലവിലിപ്പോൾ കൂടുതൽ ദുരന്ത നിവാരണ, അതായത് NDRFന്റെ കൂടുതൽ സംഘത്തെ അങ്ങോട്ട് അയക്കുന്നതിൻ്റെ അടക്കമുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് സർക്കാർ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെങ്കിലും ഇനി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് പ്രഥമ പരിഗണന അവിടെ ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി വിലയിരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്നും അവരെ മാറ്റുന്നതിന് വേണ്ടി, രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികളിലേക്ക് കടക്കുക. ഇതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഏതായാലും നിലവിലത്തെ ഒരു സാഹചര്യം ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്തെത്തി വിലയിരുത്തുന്നത്. സിജു. ശരി ഷീജ, ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാദങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി, അതായത് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ, അവർ ഈ മണ്ണ് നീക്കിയത് കൂട്ടിയിട്ടതാണ് ഈ മണ്ണിടിച്ചിലിടയാക്കിയെന്നാണ്. പക്ഷേ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും വെച്ച് മനസ്സിലാക്കണം അങ്ങനെയല്ല ഉണ്ടായത്. നിരുത്തരവാദപരമായി മന്ത്രിമാർ പെരുമാറിയൊന്നത് കൂടി സംശയിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. പക്ഷേ റെഡ് അലർട്ട് പിന്നീടാണ്, ഈ അപകടം ഉണ്ടായതിനു ശേഷം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നിലവിൽ ജില്ലയിലെ ഒരു മഴയുടെ സ്ഥിതി കൂടി വിലയിരുത്തപ്പെടുന്നുണ്ടാകും. കാരണം നമുക്കറിയാം, വലിയൊരു ദുരന്തം കണ്ട നാട്, അവിടെയും കനത്ത മഴ പെയ്യുന്നു, ഒരു ദുരന്തം ഇപ്പോൾ ഉണ്ടായി. ഇനി ഏതെങ്കിലുമൊക്കെ സ്ഥലത്തിൽ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടോ ബ്രീഫ് ചെയ്യുന്നുണ്ടാകണം ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയോട്. തീർച്ചയായും ഏതായാലും വയനാടുള്ള തുടർന്നുള്ളൊരു സാഹചര്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര വിദഗ്ധരോടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ആരായുന്നുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അവിടെ റെഡ് അലർട്ട് നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ചും അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നൊരു ഘട്ടമുണ്ട്. ശക്തമായ മഴ, അതിതീവ്രമായ മഴയുണ്ടായിട്ടും അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ല എന്നുള്ളൊരു വിഷയമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള അടക്കമുള്ള കാര്യങ്ങൾ വിദഗ്ധരുമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കൂടിക്കാഴ്ച അതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ തന്നെ മന്ത്രിമാർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ വിഷയം ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിലൊരു വ്യക്തമായ മറുപടി മന്ത്രിമാർക്ക് നൽകാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ പരിശോധനകൾ, അതോടൊപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരുമായി
ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലടക്കം കാര്യങ്ങൾ തിരക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മറുപടിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് മന്ത്രിമാരായ AP അനിൽകുമാറും അതോടൊപ്പം തന്നെ TCDക്കും. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരുമായി ഈ ഒരു യോഗത്തിൽ ഈ ഒരു കൂടിക്കാഴ്ചയിലടക്കം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും ഇതിൻ്റെ തുടർ നടപടികളും ഉണ്ടാവുക. ശരി ഷീജ, തുടരുക. ഏതായാലും ഇനി മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ രണ്ട് മന്ത്രിമാർ പറഞ്ഞത് ഇത് മനുഷ്യനിർമ്മിതമായ അപകടമാണ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലാണ്. അവിടെ വയനാട് ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസമായി കനത്ത മഴ പെയ്യുന്നുണ്ടെങ്കിലും ഈ അപകടമുണ്ടായതിനു ശേഷം ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം, യെല്ലോ അലർട്ടാണ് ജില്ലയിൽ നൽകിയിരുന്നത്. അതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് റെഡ് അലർട്ടായി മാറുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച അത് മറയ്ക്കാനാണോ മറ്റൊരു ആരോപണം മന്ത്രിമാർ ഉന്നയിച്ചതെന്ന് കൂടി പരിശോധിക്കേണ്ടി വരുന്നുണ്ട്. ഏതായാലും ഉത്തരവാദിത്തത്തോടു കൂടി മന്ത്രിമാർ പെരുമാറുന്നതിൽ പരാജയപ്പെട്ടോ എന്നൊരു സംശയം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2 മന്ത്രിമാർ ടി സിദ്ദിഖും AP അനിൽകുമാറും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ക്രീനിൻ്റെ ഇടതുവശത്ത് വയനാട്ടിൽ നിന്നുള്ള ദുരന്ത സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, സ്ക്രീനിൻ്റെ വലതുവശത്ത് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനം സന്ദർശിച്ച് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി അവരോട് വിവരങ്ങൾ ആരായുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ഇനി എത്ര പേരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നതെന്നറിയാൻ, ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്നറിയാൻ വയനാട്ടിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്.